ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോപ്പ് ടൈംസ്. ഞാൻ അശ്വതി. ഇന്നത്തെ ചെറിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വർത്തമാനങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചക്കയൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ചക്കപ്പുഴുക്ക് തിന്നാൻ ആശ കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പരിപാടി. ചക്കക്കാലായ പിന്നെ ചക്ക വരട്ടൽ, അപ്പം ഉണ്ടാക്കൽ, പുഴുങ്ങൽ അതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മച്ചി ഹായ് എന്നൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഭയങ്കര ശരിയാട്ടോ. അമ്മച്ചി എന്തായാലും എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ടാട്ടോ. ഞാൻ എന്തെടുത്താലും എൻ്റെ കൂടെ സപ്പോർട്ടുണ്ട്. നമുക്ക് ചക്കപ്പുഴുക്കിന് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ അയലക്കറി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഞാനാണ് ഒരു ഉരുളി നിറയെ ചക്കപ്പുഴുക്കും ഉണ്ടാക്കി വെച്ചു. നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കി, അരപ്പൊന്നും റെഡിയാക്കുന്നൊന്നും ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടൊന്നുമില്ല. എല്ലാം സെറ്റാക്കി ഇളക്കുന്നതിന് മുമ്പ് കടുകും കൂടി പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുത്തി അടച്ച് അങ്ങനെ ഇളക്കുകയെ. എനിക്കിച്ചിരി വറവറായിരിക്കുന്ന ചക്കപ്പുഴുക്കിനേക്കാളും ഇച്ചിരി നന്നായിട്ട് കുഴഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. ചിക്കൻ കറീനേക്കാൾ ഇഷ്ടം മീൻ കറിയൊക്കെ കൂട്ടി ചക്കപ്പുഴുക്ക് കഴിക്കാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അപ്പോഴാണ് വൈകുന്നേരം ഒരു വിരുന്നുകാർ വരുമെന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ചേട്ടൻ ചിക്കൻ പോയി മേടിച്ചുകൊണ്ട് വന്നു. ഇച്ചിരി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ നമുക്കത് കഴുകി പെറുക്കിയെല്ലാം തന്നു. ഇവിടെ ഇരുന്ന് അരിയുന്നുണ്ട്. അരിയാൻ നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിട്ടു. അപ്പാടെ കരണ്ടും പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ള എമർജൻസി ഘട്ടത്തിലൊക്കെയാണ് നമ്മുടെ വീഡിയോയും കുക്കിങ്ങും പരിപാടിയൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ വർത്താനം പറയുന്നു. ഞാൻ വേറെ രീതിയിലൊക്കെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചായിരുന്നു. വൈകുന്നേരം ഒരു ഹെയർ കെയറും സ്കിൻ കെയർ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതൊരു വേറെ വീഡിയോ ആയിട്ടിടാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ പൊടികളും, കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, അങ്ങനെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് ചിക്കൻ പുരട്ടി നാരങ്ങ നീര് ഒഴിച്ച് വെച്ചിട്ടോ. കുറച്ച് അരമണിക്കൂർ വെച്ചിട്ടുണ്ടാവും. ആ ഉള്ളിയൊക്കെ അരിഞ്ഞ് വഴറ്റി വരുന്നവരെ. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ വറുത്തിട്ട് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. തേങ്ങയൊന്നും വറുത്തരച്ച കറിയില്ല, പക്ഷെ നല്ല കുറുകി നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ പറയും ഞാൻ ഉണ്ടാക്കിയിട്ട്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റ് അളന്നെടുക്കാം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നെയ്ച്ചോറ് പായസം ഒന്നും ആയിപ്പോണ്ടല്ലോ. നെയ്ച്ചോറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയില്ലേ പണി വാളും കേട്ടോ. പിന്നെ അതെനിക്കൊരു ടെൻഷൻ കൊണ്ട് അങ്ങനെ തോന്നുന്നായിരിക്കാം. പക്ഷേ ഞാൻ എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഭയങ്കര ശ്രദ്ധിച്ചുണ്ടാക്കുള്ളേ. കരണ്ടും പോയ വെട്ടത്തിലത്തെ ഓരോരുത്തരൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ലച്ചൂട്ടി പോയി എടുക്കുന്ന കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുത്തിട്ടും നമ്മൾ അടുത്ത് നിന്നിട്ടൊന്നും പുള്ളിക്കാരൻ പോകുന്നില്ല. പയ്യെ അവിടെ തപ്പി നടക്കുകയാണ് കേട്ടോ. അപ്പം ലച്ചുവിൻ്റെ പുറകെ പോവുകയാണ്. അപ്പം അങ്ങനെ ലച്ചു തൊട്ട് അതങ്ങനെ പറന്നു പോയി. അങ്ങനെ അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി നെയ്ച്ചോറിന് അരിയെല്ലാം കഴുകി ഊറ്റി വെച്ചു. വീണ്ടും പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ കുറച്ച് ഗോൾഡൻ കളറായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ച് അണ്ടിപ്പരിപ്പ് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്പൈസസൊക്കെ ആ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് മൂത്ത് കഴിഞ്ഞപ്പോൾ അരി ഇട്ടൊന്ന് ഇളക്കി വെള്ളവും പാകത്തിന് ചേർത്ത് മൂടി വെക്കും കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ തകർത്ത് തിരക്കായി. പിന്നെ എല്ലാവരും കൂടെ വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ലച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് സൂപ്പറാമയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം ഇന്നത്തെ വീഡിയോയിൽ വലിയ ഒന്നിനെക്കുറിച്ചും ഒരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരിക്കാം. എന്നാന്ന് വെച്ചാൽ പകുതിയൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇച്ചിരി തിരക്കായി പോയാണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും കൂടിയപ്പോൾ ഒരു സന്തോഷം കേട്ടോ. അപ്പം അങ്ങനെ അവരെല്ലാം പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് അവർക്കൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് ലച്ചും സച്ചൂടിനും അവരോട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എന്നാൽ നന്നായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് പുറകെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ പിന്നെ അങ്ങ് അവർ പോയി കഴിയുമ്പോൾ സമാധാനമായിട്ട് അങ്ങ് തട്ടി വെച്ച് പിന്നെ പോകുന്ന ചേച്ചി ഞാൻ കൂടെ പോയില്ല കേട്ടോ. ഞാൻ ചേട്ടയും പിന്നെ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ മറ്റേ ASMR പോലെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മുമ്പിൽ ചോറും കറിയൊക്കെ കാണും കേട്ടോ. ഫോൺ അങ്ങനെ വെച്ചിട്ടാട്ടോ ഒരുപാടൊന്നും അത്രയൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാനും ചേട്ടയും കൂടി രാത്രി അങ്ങോട്ട് പോയി. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങൾ കളികളും ഒക്കെ ആയിട്ട് വെളുപ്പിന് 2 മണിയാകാറായപ്പോഴാട്ടോ തിരിച്ച് വന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിലിങ്ങനെ കസിൻസൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണോ, ഇങ്ങനത്തെ ഒത്തുകൂടലൊക്കെ ഉണ്ടോ? എന്ത് രസമല്ലേ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാവരും കൂടി കളിയും വർത്താനവും. പിന്നെ ഉറക്കമൊന്നും ഒരു പ്രശ്നമില്ലേ. അല്ലെങ്കിൽ പോത്ത് പോലെ ഉറങ്ങുന്ന ഞാൻ അന്നൊന്നും എനിക്ക് ഉറക്കമൊന്നും വരില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ. ബൈ ബൈ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.